ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ഈ ബിസ്ക്കറ്റിന്റെ കവറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഉൾവശം സിൽവർ കളറുള്ള എല്ലാ കവറുകളും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിന്റെ കവർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് ഇതിലൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ അതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കവറിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. നമ്മളത് ചുരുട്ടിയെടുത്ത് അതിൻ്റെ ലാസ്റ്റിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടാപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ലാസ്റ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ റൗണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺ ഷേപ്പിലാക്കി ഇതൊന്ന് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പീസും നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. അടുത്ത പീസും നമ്മൾ കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അതിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ മീനിൻ്റെ വാലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ളതിൽ ഒരെണ്ണം നമ്മൾ മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അഴിഞ്ഞു പോരുന്നതുണ്ടെങ്കിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പകുതിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളിന്നൊരു മീനിനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ മുള്ളുകളായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. മീനിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ പോയി മുള്ളുകളൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു മീനിനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരെണ്ണം കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് അതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വാൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന മീനിൻ്റെ വാലും തലയും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാമാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതെല്ലാം നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെയാണ് അത് ഇതിലേക്കും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗം കൂടുതലായി നിൽക്കുന്നതുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരെണ്ണം ഇതിനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മളൊരു ഈർക്കിളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തെർമോക്കോളിൻ്റെ പീസൊക്കെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മീനിൻ്റെ കണ്ണിൻ്റെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ തെർമോക്കോൾ വെച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ബിസ്ക്കറ്റിൻ്റെ കവർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് എങ്ങനെയുണ്ട്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.